SSLC ക്രിസ്മസ് എക്സാം കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് എന്ന് പറയുന്ന തമ്പനയിൽ കണ്ടുവന്നവരാണോ നിങ്ങൾ? എങ്കിൽ ദാ ഈ ഒരു ചോദ്യം നോക്കടാ. വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു ഗാൽവാനിക് സെല്ല് വരച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ സെല്ല് ശരിയാണോ അല്ലേ? ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ ഞാൻ കോപ്പർ എടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ സിങ്ക് എടുത്തിട്ടുണ്ട്. സിങ്കിനെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ചു, താഴ്ത്തി വെച്ചു. ഒരു സാൾട്ട് ബ്രിഡ്ജ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്, മൈനസ് ഉണ്ട് പ്ലസ് ഉണ്ട്. ഇനി എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഗാൽവാനിക് സെല്ല് ട്രൂ ആണോ അല്ലേ? ഒരാൾ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഗാൽവാനിക് സെല്ലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് ശരിയാണോ അല്ലേ? ഇത്ര മാത്രമേ എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഇത് ശരിയാണോ അല്ലേ? അതുമാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ശരിയാണോ അല്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നിയേക്കാം ഇത് ശരിയല്ല സാർ, കാരണം സിങ്ക് വരേണ്ടത് ലെഫ്റ്റ് സൈഡിലും കോപ്പർ വരേണ്ടത് റൈറ്റ് സൈഡിലുമാണ് അല്ലേ? പക്ഷേ MS പറയുന്നു ഇത് ശരിയാണ്. ഇത് ശരിയാണ് എന്ന് MS പറയുന്നത് വെറുതെ തമാശക്കല്ല, വീഡിയോക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടല്ല. നോക്കിക്കേ, നിങ്ങൾ നോക്കേണ്ടത് സിങ്ക് റൈറ്റിലാണോ കോപ്പർ ലെഫ്റ്റിലാണോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ സിങ്കിനെ കണക്ട് ചെയ്ത വോൾട്ട് മീറ്ററിൻ്റെ ചാർജ് മൈനസ് ആണോ? സിങ്ക് ആണ് ഇവിടെ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ്. സിങ്കാണ് ഇവിടുത്തെ ആനോഡ്. ആനോഡിൻ്റെ ചാർജ് എന്തായിരിക്കണം? ആനോഡിൽ പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവും തിരിച്ചു വെച്ചാൽ പിന്നത് ഗൽവാനിക് സെല്ലാണ്. ഗൽവാനിക് സെല്ലാണ്. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കണം, കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ആ സെല്ല് ട്രൂ ആണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതൊരു പ്രത്യേക ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നിയില്ലേ? എടാ, ഇതുപോലെയുള്ള ചോദ്യമാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാനിരിക്കുന്നത് എന്ന് MS പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നേരത്തെ കണ്ടതുകൊണ്ടല്ല, പക്ഷേ എക്സ്പീരിയൻസ് ആണ് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ഇന്ന് രാത്രി, ദാറ്റ് മീൻസ് ഡിസംബർ 10 രാത്രി 7 മണിക്ക് MS സൊല്യൂഷൻസിൻ്റെ SSLC ചാനലിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാനും അൻഷി സാറും കൂടി 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്കാ ഷുവർ 30 ക്വസ്റ്റ്യൻസ്. ആ 30-ൽ 20 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരിക. ആ 20 ചോദ്യങ്ങളും നിങ്ങളെ എത്തിക്കുന്നത് 40-ൽ 36 മാർക്കിലേക്കായിരിക്കും. എന്തേ സാറേ 40-ൽ 40 എഴുതിയില്ല? എടോ, അത് എൻ്റെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ. സോ 40-ൽ 36 എന്ന് പറയുന്ന A+ ഗ്രേഡിലെത്താൻ ഒറ്റ ലൈവ് കണ്ടാൽ മതി. 2 മണിക്കൂർ, 7 മണിക്ക് തുടങ്ങി നമ്മൾ 9 മണിക്ക് അത് അവസാനിപ്പിക്കും. 2 മണിക്കൂർ കൊണ്ട് 30 ചോദ്യങ്ങൾ. ആ 30 ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയടാ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ കെമിസ്ട്രിയിൽ A+ കിട്ടിയിരിക്കും. ചങ്കുറപ്പുണ്ടെങ്കിൽ നാളെ രാത്രി 7 മണിക്ക് വാ. ഇതുപോലുള്ള ഫ്രഷ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇനി ഞാൻ വരുന്നത് നാളെ രാത്രി 7 മണിക്കായിരിക്കും. ഇനി ഒറ്റ ചോദ്യത്തിലുള്ള ഉത്തരം കൂടി. നാളെ രാത്രി 7 മണിക്ക് വരുന്ന കുട്ടികൾ, സാർ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് എനിക്ക് വേണ്ടത്, ഇതുപോലുള്ള ട്വിസ്റ്റിലായുള്ള ചോദ്യങ്ങൾ, ഹാർഡ് ലെവൽ ചോദ്യങ്ങൾ എനിക്ക് വേണം, അതിന് ഞാൻ നാളെ വരാൻ റെഡിയാണ് എന്ന കമൻറ്റ് നിങ്ങൾ ചെയ്യണം. മാത്രമല്ല ഈ ചോദ്യങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടിരുന്നോ എന്നുള്ളത് കൂടി പറയണം കേട്ടോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.